ഹായ് കൂട്ടുകാരെ, പനി പിടിച്ച് തീരെ വയ്യാതിരിപ്പാണ് കേട്ടോ. എങ്കിലും നമുക്ക് ഇരിക്കാൻ സമയമില്ലല്ലോ. നമ്മുടെ മുളക് ഇന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് ഇന്നെങ്കിലും കൊണ്ടുപോയി പൊടിപ്പിക്കണം. മുകളിൽ കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു. ആ വെയിലോട് കൂടി ഞാൻ മുളകെല്ലാം നന്നായിട്ട് പിറക്കിയെടുത്ത് മുളക് പൊടിപ്പിക്കാനും പിന്നെ നമ്മുടെ അച്ചുവിനെ ട്യൂഷന് വിടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമുക്ക് പോകുന്ന വഴി അച്ചുവിനെ ട്യൂഷന് വിടാം, പിന്നെ നമ്മുടെ മുളകും പൊടിപ്പിക്കാം. അങ്ങനെ പോകുന്ന വഴി നമ്മുടെ മില്ലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ വള്ളിക്കാവിലെ മില്ല്. പഴയൊരു മില്ലാണ് കേട്ടോ. ഇവിടുത്തെ അച്ഛനൊരു പാവം ആയതുകൊണ്ട് ഞാൻ മുളകും മല്ലിയൊക്കെ കൊടുത്തിട്ട് പോവാറാ പതിവ്. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് കേട്ടോ പൊടി വന്ന് എടുക്കാറുള്ളത്. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാ, ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടേ ഒന്ന് പൊടിച്ച് വെച്ചേരെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അച്ഛനെ വിടാൻ വേണ്ടി ട്യൂഷൻ വീട്ടിലേക്ക് പോയി. അച്ഛനെ ട്യൂഷൻ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് അല്ലൂനെ എടുക്കാൻ പോകാനാ. പനി ആയത് കാരണം ഞാൻ രാവിലെ വീട്ടിൽ കൊണ്ട് വിട്ടതാണ് കേട്ടോ. പോകുന്ന വഴി കുറച്ച് നല്ല ഏത്തപ്പഴം നിൽക്കുന്ന കണ്ടപ്പോൾ ഈ കടയിൽ കയറി കുറച്ച് ഏത്തപ്പഴം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഞാൻ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിച്ചു. ഇനി വിളക്കൊക്കെ ഒന്ന് കത്തിക്കാം, അപ്പം നമുക്ക് നല്ലൊരു ഉഷാറാവുമല്ലോ. അങ്ങനെ വിളക്കൊക്കെ തേച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു സുഖവും പനിക്ക് കുറച്ച് ആശ്വാസവും കിട്ടി. അന്നേരത്തേക്ക് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പം പൊറോട്ട ഇറച്ചി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പനിയായത് കാരണം ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പനി ആയതുകൊണ്ടാവാം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം തട്ടി പാത്രത്തിലാക്കിയിട്ട് വിശാലമായിട്ട് അങ്ങ് തിന്നാനിരുന്നു കേട്ടോ. ചേട്ടൻ കുളിക്കാൻ പോയതേ ഉള്ളൂ, പക്ഷേ എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് കഴിക്കാനിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.